എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ സിന്ധു കൃഷ്ണ കെ ഫാമിലിയുടെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അത് തൻവി ഒരു കൊടുങ്കാറ്റ് ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് അപ്പൊ തന്നെ അഹാന കൃഷ്ണ ആ കൊടുങ്കാറ്റിനെ പിടിച്ചു കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല, വളരെ നിശബ്ദമായിട്ട് പോവുമായിരുന്നു. ഇപ്പോൾ സിന്ധു കൃഷ്ണ വന്ന് അവരുടെ യൂട്യൂബ് ചാനലിൽ സാധാരണ ഇടുന്ന വ്ളോഗ് പോലെ ഇട്ടിട്ടുണ്ട്. അവരുടെ കുടുംബത്തുണ്ടായ കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ലായിരുന്നു എന്നാണ് ഉദ്ദേശം. എങ്കിലും അവരറിയാതെ പറയുന്ന പോലെ പറഞ്ഞു വന്നപ്പം അതേക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് കേട്ട് തുടങ്ങാം. പലയിടത്തായിട്ട് ഇങ്ങനെ പുള്ളിക്കാരത്തി അറിയാതെ ഇങ്ങനെ ഈ വേണ്ട ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നോർത്താലും മനസ്സിലേറ്റിയ ഒരു പോറലാണല്ലോ. എന്തിന്റെ പ്രശ്നത്തിലാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ കുടുംബ വഴക്കാകുമ്പോൾ മനസ്സിലേറ്റിയ ഒരു പോറൽ തന്നെയാണ്. പുള്ളിക്കാരത്തി അതിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഓവറായിട്ടില്ല. അങ്ങനെ അവിടെ ഇവിടെയും തൊടാതെയൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ കടുക് വറുത്തൊക്കെ പോകുന്നുണ്ട്. അവരുടെ അമ്മ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അവർ പഠിപ്പിച്ച എന്നുള്ള രീതി പറഞ്ഞില്ലേ. അപ്പം തൻവിയൊക്കെ വരുന്നതിന് മുന്നേ വേലക്കാരി വിളിച്ച കാര്യം അവരന്ന് തന്നെ പോയെന്നോ ഒക്കെ പറയുന്നു. ഇവര് വന്നെന്ന് പറയുമ്പോൾ നിന്നില്ല പോയെന്നോ. അതിനകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. വേലക്കാരി ഇവരുടെ വീട്ടിൽ കുറെ കാലം നിന്നാണ്. പക്ഷെ തൻവിയൊക്കെ കുട്ടികളുമായിട്ട് വരുന്ന കണ്ടപ്പോഴത്തേക്കിന് അവര് ജീവന് കൊണ്ടുപോയി, ഇവര് നിൽക്കാൻ പറഞ്ഞു, എന്നിട്ട് നിന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കുക. അപ്പം തൻവിയുടെയൊക്കെ ക്യാരക്ടർ എന്താണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ്. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട. സിന്ധു പറയാൻ നമുക്ക് കേൾക്കാം. ഫോൺ കോൾസ് തീരെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഫോൺ കോൾസ്. ഏർലി മോർണിംഗ് 6 കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ ആദ്യം ചോദിച്ച് എനിക്കറിയായിരുന്നു അവരൊക്കെ തലേ ദിവസം മിഡ് നൈറ്റ് എപ്പോഴാണ് എത്തുന്നതെന്ന് എനിക്കറിയായിരുന്നു. ഫസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് ചോദിച്ചാൽ എന്ത് പറ്റി അംബിക, അവരൊക്കെ വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ബിക്കോസ് അത്രയ്ക്ക് ഏർലി ആയിട്ട് എന്നെ അവർ എന്തിന് ഫോൺ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്നെ ചേച്ചിന്നാണ് വിളിക്കുന്നത്. നേരത്തെ കുറച്ച് നാൾ നമ്മുടെ ഇവിടെ എന്നെക്കാൾ പ്രായമുള്ള ലേഡിയാണ്, ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവണവർക്ക്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ പണ്ട് നിന്നിട്ട് പോയ ഒരു ലേഡിയാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ചേച്ചി ഞാൻ ഇന്ന് പോവുകയാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഇന്ന് പോവല്ലേ, അവർക്ക് ഇന്ന് വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യും, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ട് പോകും, നിങ്ങൾ ഇന്ന് പോവല്ലേ. അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷെ അവരന്ന് പോയി. അവരന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അവരുടേതായ കാരണങ്ങള വിച്ച് ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് അവരോട് പറയാൻ താല്പര്യമില്ല. പറഞ്ഞു ഞാൻ കാല് പിടിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ പോലെ അംബിക പ്ലീസ് എങ്ങനെയെങ്കിലും 2 ദിവസം കൂടെ നിൽക്കുക, 2 ദിവസം കൊണ്ട് അവരാരെങ്കിലും ഒപ്പിക്കും, പോവല്ലേ. ഇന്ന് അവർ ഇത്രയും യാത്ര ചെയ്ത് കുട്ടികളുമായിട്ട് വന്നതാണ്, അവർക്ക് നിങ്ങൾ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടായി പോവല്ലേ. അതായിരുന്നു വൺ ഓഫ് ദ ലാസ്റ്റ് കോൺവെർസേഷൻസ് ഞാൻ ആ സ്ത്രീയുമായിട്ടുണ്ടായിരുന്നത്. അവർ പിന്നെ പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഓക്കെ ഇവർ മാനേജ് ചെയ്തത് ഇമ്പോർട്ടൻറ്റ്. സോ ലൈക്ക് ഐ വാസ് ഓൾവേസ് മോണിറ്ററിങ് എവറിത്തിങ്. സോ ലൈക്ക് എനിക്കതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ ഷുഡൻറ്റ് ബി എക്സ്പ്ലെയിനിങ് ഇറ്റ്. ആക്ച്വലി ഇനി ഈ ഒരു ടോപ്പിക്കിനെ ഞാൻ ടച്ച് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ എന്നാലും വെൻ ഐ മൂവ് ഫോർവേഡ് ഇൻ ടു മൈ വീഡിയോസ് നിങ്ങൾക്ക് പലർക്കും അറിയണം എന്താ സിന്ധു ഒന്നും പറയാത്ത. സിന്ധുവിന് ഇത്രേ പറയാനുള്ളൂ. ഐ വോണ്ട് പീസ് ഫോർ അസ്, I want peace for them, I want peace for everybody. അയ്യോ അച്ഛ പോലെ എന്ന് പറഞ്ഞിട്ടും അമ്പിയെ നിന്നില്ല. അമ്പിയെ വിട്ടുപിടിച്ച് അപ്പൊ തന്നെ സ്ഥലം കാലിയാക്കി. അത് ആരുടെ കുഴപ്പമാണ്. പക്ഷെ അമ്പിയെ ഇവരുടെ വീട്ടിൽ നിന്നാ കേട്ടോ. അപ്പൊ അവരെ സിന്ധുവിനെക്കാട്ടും പ്രായം കൂടി അവരാണേലും സിന്ധുവിനെ ചേച്ചീനൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ ഇവരുടെ വീട്ടിൽ നിൽക്കും. എന്തുകൊണ്ടോ അവിടെ നിന്നില്ല, അത് ഇവർക്ക് അറിയത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ അതറിയണേ നമ്മൾ അമ്പിയെ അന്വേഷിച്ച് പോകേണ്ടി വരും. ഞാൻ ആ വിഷയം പോട്ടെ. അടുത്ത വിഷയം, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ എന്നുള്ള ഒരു ചോദ്യം. അത് സോഷ്യൽ മീഡിയ ചോദിച്ചതാണ്. ഇവര് പറഞ്ഞല്ല എന്ന് ഇവര് പറയുന്നുണ്ട്. ആൻഡ് ഇപ്പൊ വലിയ ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ മോട്ടോ അല്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം. She's a wonderful girl, and I am with her. I'm always with her. I'm with all my children, with everybody. And എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് I'll always be there with the truth. എൻ്റെ ഫാദർ അവസാനമായിട്ട് വൺ ഓഫ് ദ ലാസ്റ്റ് ഫ്യൂ സെൻറ്റൻസസ് എന്നോട് പറഞ്ഞതിൽ ഒന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിപ്പിക്കാം. ഞാൻ പറയാൻ സാരമില്ല ഡാഡി, വിട്ടുകളാ എന്തോ ആവട്ടെ, വിട്ടുകളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വെരി വറീഡ് അബൌട്ട് ആ ഒരു പർട്ടിക്കുലർ തിങ്. എനിക്ക് ഡിസ്കസ് ചെയ്യാനേ ഇഷ്ടമല്ല. ലെറ്റ് ഇറ്റ് ജസ്റ്റ് ഗോ. അതൊക്കെ നമ്മളെ ലൈഫിൽ നടന്നിട്ടില്ല എന്നങ്ങ് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് എ ലോട്ട് ഓഫ് വീഡിയോസ് ഓഫ് മൈൻ. ആൻഡ് എന്നെ ഇഷ്ടമുള്ളവർ, എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് ഐ വുഡന്റ് ഫോഴ്സ് എനിബഡി ടു വാച്ച്. കാരണം ഞാൻ ആദ്യം അവർക്ക് അമ്മ വേണം, അമ്മൂനെ പോലുള്ള ഒരു കുട്ടികളുടെ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രേക്ഷകരായ നമ്മൾ ഇവരുടെ കുടുംബചരിത്രം തൻവി ഇട്ടതും അഹാന ഇട്ടതും എല്ലാം കണ്ടതിൽ നിന്ന് അമ്മൂനെ പോലെ ഒരു കുട്ടി ഒരു വീട്ടിൽ വേണ്ട എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റും. ഇപ്പൊ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, കാണുന്ന നിങ്ങൾക്കെല്ലാം അത് തോന്നുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമ്മൂനെ പോലെ ഒരു കുട്ടി വേണ്ട. എന്താണെന്ന് വെച്ചാൽ പ്രായം ചെന്നവരെയും
ബന്ധങ്ങൾക്ക് വിലയും കൊടുക്കണം, പ്രായം ചെന്നവർക്ക് റെസ്പെക്റ്റും കൊടുക്കണം. ഈ അമ്മൂമ്മമാര്, അമ്മാമ്മ, അച്ചമ്മ ഇങ്ങനെയൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന പ്രായം ചെന്ന വ്യക്തികളുണ്ടല്ലോ, തനി മൂശേട്ട സ്വഭാവമായിരിക്കും, ഒരു മാറ്റവും ഇല്ല. നമുക്കറിയാം അഡ്ജസ്റ്റ് ചെയ്യാനേ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ ആ എങ്കിലിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകും. തനി മൂശയുടെ സ്വഭാവമാണെങ്കിലും മുന്നോട്ട് പോയേ പറ്റൂ. ബന്ധങ്ങൾ ചില സമയങ്ങളിലൊക്കെ ബന്ധനങ്ങളാകും എന്ന് പറയില്ലേ, ചില കടപ്പാടിന്റെയും കൊടുക്കൽ വാങ്ങലുകളുടെയും എല്ലാം ഒരു കാലയിൽ ഒരു ചങ്ങല വീണ മാതിരി അത് സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ അന്നൊരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ 6ഉം 60ഉം ഒരുപോലെ എന്നാണ്. 6 വയസ്സുള്ള ഒരു കൊച്ചിന്റെ കുസൃതിയായിട്ട് സഹിക്കാൻ പറ്റില്ല, നെട്ടോട്ടോടുമായിരിക്കും അവന്റെ പുറകെ, അല്ല അവളുടെ പോലെ. അപ്പൊ അതേപോലെ തന്നെയാണ് 60 വയസ്സായിട്ടുള്ള ഒരാളുടെ മൂശാട്ട സ്വഭാവം, ഒരു കൈതമുള്ള സ്വഭാവം, മേലോട്ട് ഒഴിയാൻ മേല, കീഴോട്ട് ഒഴിയാൻ മേല, എന്ത് പറഞ്ഞാലും നമ്മളങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നൊന്നും മനസ്സിലാകില്ല. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ ചിലരേ ഉള്ളൂ, ചിലര് വളരെ നമ്മൾ സിനിമയിലും ഒക്കെ കാണുന്ന നല്ലൊരു മുത്തശ്ശിയാവാൻ നല്ലൊരിതാ. പക്ഷെ അങ്ങനെ ഒരു മോശം സ്വഭാവമാണെന്നും പറഞ്ഞ് അഹാനെ വിളിച്ച മാതിരി ഒരു വിളിക്കുന്നതിനെ നമുക്ക് എങ്ങനെ നോക്കിയാലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? പട്ടിച്ചീന്നൊക്കെ ഇംഗ്ലീഷിൽ കയറി വിളിക്കുക. ഇത്രയും നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോൾ പറയുന്നതാ അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പം അമ്മൂമ്മ പറഞ്ഞു, നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയുക. തൻവി പറഞ്ഞത് ഏതൊരു 30 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞതിന് 30 ലക്ഷം എന്താണ് ചെയ്യാന്ന് ഞാൻ ആലോചിക്കാണ്. എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ഈ 30 ലക്ഷത്തിന്റെ കണക്ക് ഏതോ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അഹാന പറയുന്നു, ഇവരുടെ വെല്ലിച്ചൻ, അമ്മയുടെ അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുന്നേ, അഹാനിക്ക് ഫിലിമൊന്നും ഇല്ലാതെ ഞാൻ ഇനി മദ്രാസിലോ എവിടെയോ പോയിട്ട് വരുമ്പോഴത്തേക്കിന് ഞാൻ നിനക്കൊരു 30 ലക്ഷം രൂപ, അങ്ങനെയാണോ അത് ജസ്റ്റ് ഒന്ന് കേട്ടായിട്ട് ഞാൻ നോക്കുന്നത്, 30 ലക്ഷം തരാം സിനിമ പിടിക്കുന്നു, അങ്ങനെ പറയുന്ന പോലെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ആ പൈസ ഈ അമ്മൂമ്മ കൊടുപ്പിച്ച് കാണില്ല, അതായിരിക്കാം ഈ തെരുവിളിയുടെ കാരണം. ഒരു സിനിമയൊക്കെ അല്ലേ അവർക്ക് വലുത്, 30 ലക്ഷം കൊണ്ട് സിനിമ എന്താവാന്, അല്ലെ 30 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിടത്ത് കൊടുക്കാൻ അമ്മൂമ്മ സമ്മതിച്ചില്ല, അതായിരിക്കും അമ്മൂമ്മയെ കയറി പട്ടിച്ചീന്നൊക്കെ വിളിച്ചത്. ഇവര് പറയുന്ന വണ്ടർഫുൾ ഗേൾ എന്നൊക്കെയാണ് അമ്മൂനെ ഇവര് വിശേഷിപ്പിക്കുന്നത്. മറ്റേ സിന്ധു കൃഷ്ണ, അവർക്ക് കാക്കയ്ക്കും താൻ കുഞ്ഞുന്നുള്ള രീതിക്കാണ്. പക്ഷേ സിന്ധു കൃഷ്ണയുടെ കമന്റ് ബോക്സിൽ, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലുണ്ട്, സ്വന്തം അമ്മയ്ക്കെതിരെ മകള് തെറി വിളിച്ച് പറയുന്ന വീഡിയോ ഇടുമ്പോൾ നിങ്ങളല്ലേ ആ വീഡിയോ ഷൂട്ട് ചെയ്തത്, നിങ്ങളല്ലേ സപ്പോർട്ട് ചെയ്തത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കുറെയെല്ലാം അവരുടെ ജീവിതത്തിനുള്ളിലേക്ക് ഇറങ്ങി നമുക്കറിയില്ല, നമ്മൾ പുറമെ കാണുന്നതാണ് പറയുന്നത്, അവർക്കേ അറിയത്തുള്ളൂ. അവരുടെ എങ്ങനെയാണേലും ഇടവും വല്ല നോക്കിയാലും അമ്മമാരെ തെറി വിളിക്കുന്നത് മാത്രം അംഗീകരിക്കാൻ പറ്റില്ല. ബാക്കി ഇനി കുടുംബ ജീവിതമാണ്, ബന്ധുക്കളാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയിരിക്കും, ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം. പണത്തിന്റെ ഒരു കാര്യം കൂടെ അതിന്റെ ഇടയ്ക്ക് വരികയും വീതം വെക്കുകയും സ്വത്ത് അവർക്ക് കൊടുക്കുകയും നോക്കിയവർക്ക് സ്വത്തില്ലാ വരികയും ഒക്കെ ചെയ്ത് എത്ര കോടീശ്വരന്മാരായാലും കുടുംബ സ്വത്തിൽ നിന്ന് ഒരു സെന്റിലും കിട്ടിയില്ല, ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കേട്ടോ. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാവാം ഇവർക്കിടയിലുള്ള വിഷയങ്ങള്, അതും ആവാം. പക്ഷെ അതിനൊന്നും ന്യായീകരണമാവില്ല അഹാന കൃഷ്ണ അമ്മൂമ്മ കയറി പട്ടിച്ചി എന്ന് വിളിച്ചത്. There are agendas and certainly ഈ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ ദ എന്താണ് വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് കൊടുക്കാം എന്ന് നിങ്ങളെ ചോദിക്കും, എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോലെ, അമ്മ എന്താ നിങ്ങളെ കാണുന്ന വീഡിയോസ് കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോ എന്തായാലും ആരും വന്ന് എന്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ, ലൈക്ക് വീട്ടില് എന്താ അമ്മ വരാത്ത. അപ്പൊ ഓൾ ഐ ക്യാൻ സേ ഈസ് ഫോർ ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. I wish my mother and my niece all the very best for എന്താ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ആൻഡ് എന്തെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം ദേ ക്യാൻ കോൺടാക്ട് മീ, ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് സിന്ധു കൃഷ്ണ വന്ന് പറയാതെ പറഞ്ഞു വിട്ടത്. പിന്നെ അതിൻ്റെ അകത്തൊരു വാക്ക് പറയുന്നുണ്ട്, അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഇവരുടെ അമ്മയെ കൊണ്ട് ഇവിടെ വന്ന് മാപ്പ് പറയിപ്പിക്കാൻ, നിങ്ങൾ കേട്ടല്ലോ, മാപ്പ് പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ അതെന്തിനാ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കാർക്ക്, അവരുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾക്ക്, സിന്ധു കൃഷ്ണയുടെ സുഹൃത്തുക്കൾക്ക്, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഇവരുടെ ഭാഗത്തെ ശരിയറിയാം. അപ്പൊ അല്ലാതെ പൊതുസമൂഹത്തിനെ ബോധിപ്പിക്കേണ്ട കാര്യം അവർക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും സത്യം അറിയാം എന്നൊക്കെ. കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലി ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങളും അതെല്ലാം രണ്ടു പക്ഷത്തും, പെറ്റമ്മ തല്ലിയാലും രണ്ടു പക്ഷത്തും നിൽക്കാൻ ആൾക്കാരുണ്ടാവും. ഇതിപ്പോ സോഷ്യൽ മീഡിയ തന്നെ അഹാന സ്വന്തം വല്യമ്മ പട്ടിച്ചെന്ന് വിളിച്ചിട്ട് അതിനെ ന്യായീകരിക്കാനും ആൾക്കാരുണ്ടായിരുന്നു.
കാരണം അത് അങ്ങനെയാണ്, എപ്പോഴും ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിനെ അഥവാ തെറ്റ് ചെയ്തത് തെറ്റാണ് അവരുടെ ഭാഗത്ത് കണ്ടാലും നമ്മൾ കണ്ണടച്ചിരിട്ടാക്കിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ഫാൻസുകാർക്ക് പ്രത്യേകിച്ച് അന്ധത ബാധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, സ്വന്തക്കാർക്ക് കുറച്ചു പേർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പൊ നീ ചെയ്ത് അവർ ചെയ്താനായും അല്ല ഇവര് ചെയ്താനായും എന്നൊക്കെ പറഞ്ഞ് രണ്ട് പക്ഷത്ത് നിൽക്കും. അതുകൊണ്ട് അവർക്കിപ്പം സോഷ്യൽ മീഡിയ വന്നതൊന്നും പറഞ്ഞു കേൾപ്പിച്ച് ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വന്ന് ചാനൽ കാണുക, അല്ലാത്തവർ കാണണ്ട എന്ന് പറഞ്ഞ് സിന്ധു കൃഷ്ണ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. ബാക്കി പൂർണ്ണമായിട്ടും കാണണമെങ്കിൽ അവരുടെ ചാനലിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.